ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വേദനിക്കുന്ന ജീവിതങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ധ്യാനിക്കുന്ന നാളുകളാണ് നോമ്പുകാലം. വേദന നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് ഞെരിഞ്ഞു മുറുക്കി ഭാരപ്പെടുത്തുമ്പം സ്വർഗം കുരിശിലെ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഏതു വേദനയ്ക്കും പരിഹാരമുണ്ട്. വേദനിക്കുന്നവരുടെ മുൻപിലും ക്രിസ്തുവിൻ്റെ മൊഴി മറ്റൊന്നല്ല. മുമ്പേ സഹന വഴികളിലൂടെ ആ കുരിശിൻ്റെ വെരിമാറിലെ വേദനയുടെ ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ മുഴുവനും ഒറ്റ മുറിവെന്ന വണ്ണം മാറിയ ക്രിസ്തുവിൻ്റെ, വേദനിക്കുന്ന ക്രിസ്തുവിൻ്റെ, ഏത് വേദനയെയും അറിയുന്ന ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഞാനുണ്ട്, നീ ഒറ്റയ്ക്കല്ല. വല്ലാത്തൊരു ബലം തന്നെയല്ലേ. വാർദ്ധക്യം ഇങ്ങനെ വല്ലാണ്ട് ഭാരപ്പെടുത്തി ഭയപ്പെടുത്തി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു യൂറോപ്യൻ കുടുംബത്തിൽ കണ്ട കൗതുകത്തിൻ്റെ കാഴ്ച ഇതാണ്. ആ കിടപ്പ് രോഗിയായ ജീവിത പങ്കാളിയുടെ കരം മുഴുവൻ സമയവും ചേർത്ത് പിടിച്ചിട്ട് ചങ്കിലേക്കിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ. പറയാതെ പറയുന്നൊരാത്മീയ വിചാരം, സഹനത്തിൻ്റെ ജീവിത ബന്ധാവിൽ ഒറ്റയ്ക്കല്ലെന്ന്, ഉറപ്പോടെ കൂടെയുണ്ട് എന്ന് ക്രിസ്തുവും പഠിപ്പിക്കുന്നു. ഇതുതന്നെ ഈശോയെ, സഹനധ്യാനത്തിൻ്റെ വേദനയുടെ അനുഭവങ്ങളെ കുരിശിൻ്റെ മുമ്പിൽ നീ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനുള്ള കൃപയിലേക്ക് ഞങ്ങൾ വളർത്തിയാലും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.